സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ 75 വയസ്സ് പ്രായപരിധി തീരുമാനിച്ചിട്ടുണ്ട്. അത് കർശനമായി തന്നെ നടപ്പാക്കും. അപ്പോൾ 75 വയസ്സിന് മുകളിലുള്ള ഭാരവാഹികൾ മാറും. അക്കാര്യത്തിൽ ആർക്കും ഇളവുണ്ടാവില്ലേ? ഒരാൾക്കും ഇളവുണ്ടാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പേ തീരുമാനിച്ചാണല്ലോ. അല്ല, അത് പാർട്ടി കോൺഗ്രസിനെ തീരുമാനിച്ചു. അതിലിപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല. അല്ല, അത് കഴിഞ്ഞ തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായി എന്നുള്ള സാഹചര്യത്തിലാണ് പാർട്ടി കോൺഗ്രസ് വരെ അത് നിലനിൽക്കും. അടുത്ത പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കണം. ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോഴേ പാർട്ടി കോൺഗ്രസ് തീരും. പാർട്ടി കോൺഗ്രസ് അതിൽ അക്കാര്യത്തിൽ അല്ല, പാർട്ടി കോൺഗ്രസ് അക്കാര്യത്തിൽ പിണറായി വിജയൻ ഒരു ഇളവ് കൊടുക്കാൻ സാധ്യതയുണ്ടോ? അതായത് അങ്ങനെ ചോദിക്കേണ്ട ചോദ്യം എന്താ ഉള്ളത്? അന്നേരല്ലേ തീരുമാനിക്കുക. അല്ല, ഇപ്പൊ സാധാരണ നിലയ്ക്ക് ഇപ്പൊ നോക്കിയാൽ അതിന് മുമ്പേ പറയുന്ന കാര്യം 2 ടൈം നിബന്ധന മൂർത്തമല്ലാത്ത രീതിയിൽ നമ്മൾ ചോദ്യം ചോദിക്കുക, എന്നിട്ട് മൂർത്തമല്ലാത്ത രീതിയിൽ ഉത്തരം പറയേണ്ട എന്ത് കാര്യം? തെറ്റ് ചോദിക്കുക, തെറ്റ് ഉത്തരം പറയുക. അത് ഞാനില്ല. അതുകൊണ്ടല്ല, അതുകൊണ്ടാണ് 2 ടൈം നിബന്ധന അത് പാർട്ടിക്കുള്ളതാണ്. അത് കഴിഞ്ഞ തവണ കർശനമായി നടപ്പാക്കി 2 ടൈം നിബന്ധന. അപ്പൊ അടുത്ത തവണയും സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിക്കുന്നത് 2 ടൈം നിബന്ധന നടപ്പാക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ശൈലജ ടീച്ചറും ഒന്നും മത്സരിക്കില്ല. അത് നമ്മൾ തീരുമാനിക്കും. ആർക്കൊക്കെ മത്സരിക്കേണ്ടെന്നൊക്കെ പാർട്ടിയിലെ തീരുമാനിക്കും. അധികം ഇപ്പം തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ തീരുമാനിക്കേണ്ട. സാധാരണ ഈ സമ്മേളനത്തിൽ, അതായത് ഈ 24ാം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങളിപ്പോൾ തീരുമാനിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുണ്ട്. ഇനി അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അന്ന് തീരുമാനിക്കും. അല്ലാണ്ട് ഇപ്പം തീരുമാനിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പാർട്ടിയുടെ പല സീനിയർ നേതാക്കൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നൊക്കെ ഒഴിയേണ്ടി വരുമല്ലോ. അപ്പോൾ അവരുടെ പ്രവർത്തനം, അവരിപ്പോഴും അവരുടെ നല്ല പ്രവർത്തന കാലയളവിൽ തന്നെ നിൽക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സേവനം എങ്ങനെ ഉപയോഗിക്കും? അവരെ ഞങ്ങൾ പൂർണ്ണമായിട്ടും പാർട്ടിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കും. പക്ഷെ അവർക്കൊരു ഘടകം ഉണ്ടാവില്ല. ഘടകം ഉണ്ടാവില്ല. ഘടകം എന്ന് പറഞ്ഞാൽ ഘടകം ഉണ്ടാവും. പക്ഷേ ഘടകം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവരെ ആ രീതിയിൽ വിന്യസിപ്പിക്കണം സംഘടനാ രംഗത്ത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ല, ഇപ്പോൾ ഒരു നിര സീനിയർ നേതാക്കൾ അങ്ങനെ ഘടകമില്ലാത്തവരായി മാറുമ്പോൾ അത് ശരിക്കും വേണമെങ്കിൽ ഈ പറഞ്ഞ ഇളവൊക്കെ മാറ്റാമോ എന്നൊക്കെ ആലോചിച്ചു. ഇളവൊന്നും മാറ്റുന്നില്ല. ഇളവ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ ഈ വയസ്സ് പ്രഖ്യാപിച്ചത്. അത് പുതിയ തലമുറ കൂടി ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയും മുന്നോട്ടേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ധാരണയോട് കൂടിയാണ്. അല്ല, വെറുതെ ആരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പോൾ പുതിയ തലമുറയെ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തി വളർത്തിയെടുക്കുക. പഴയ അനുഭവമുള്ള സഖാക്കൾ ഉൾപ്പെടെ അവർ 75 വയസ്സ് കഴിഞ്ഞാലും അവരുടെ സേവനം പൂർണ്ണമായിട്ട് പാർട്ടി ഉപയോഗിക്കും. കൂടുതൽ യുവത്വമുള്ള ഒരു സംസ്ഥാന സമിതി ഉണ്ടാവും. ഒരു സംശയമില്ല. ഇപ്പോൾ 3 പതിറ്റാണ്ട് മുമ്പാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നത്. അന്ന് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു. സംസ്ഥാന സമിതിയിലേക്ക് VS പക്ഷവും CITU പക്ഷവും തമ്മിൽ പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അന്തരീക്ഷം ഉണ്ടോ? ഒരു അന്തരീക്ഷമില്ല. തെരഞ്ഞെടുപ്പ് നടന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചു എന്ന് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഈ പല ജില്ലാ സമ്മേളനങ്ങളിലും അപ്രതീക്ഷിതമായി ജില്ലാ സെക്രട്ടറിമാർ വരികയും ചിലയിടത്ത് വോട്ടിംഗ് നടക്കുകയും ഒക്കെ ചെയ്തതായി വാർത്ത വന്നു. ഒരു വാർത്ത ശരിയല്ല. അപ്രതീക്ഷിതമായി സെക്രട്ടറിമാർ ആരും വന്നില്ല. ഒരു സെക്രട്ടറിയും വന്നില്ല. എല്ലാം അതായത് സമ്മേളനം തീരുമാനിക്കുന്നതാണ് സെക്രട്ടറി. പിന്നെ അപ്രതീക്ഷിതവും പ്രതീക്ഷിതവും വന്നിരിക്കുന്നത് അങ്ങനെ വരിക. പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാതും എങ്ങനെ വരിക എന്ന നിലയിൽ നിങ്ങളാരെങ്കിലും പ്രതീക്ഷിച്ചോ നിങ്ങളാരും പ്രതീക്ഷിച്ചില്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. സമ്മേളനമല്ലേ തീരുമാനിക്കുന്നത്. സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കും. സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയെ തീരുമാനിക്കും. അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ സെക്രട്ടേറിയറ്റിനെ തീരുമാനിക്കും. അതിലെന്താ പ്രശ്നം? ഇപ്പോൾ വിഭാഗീയതയുടെ എല്ലാ അംശങ്ങളും പൂർണ്ണമായിട്ടും കെട്ടടങ്ങി. ഇപ്പോൾ പാർട്ടി നല്ല ആരോഗ്യമുള്ള സംഘടനാ സമ്മേളനങ്ങളാണ് നടന്നത്. ആരോഗ്യത്തോടു കൂടിയുള്ള സമ്മേളനങ്ങളായിരുന്നു. വിമർശനം, സ്വയം വിമർശനം, അതിനുള്ള മറുപടി, പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏകണ്ഠമായ പ്രവർത്തന റിപ്പോർട്ട് അംഗീകാരം, അതിനുശേഷം ഏകണ്ഠമായ കമ്മിറ്റി അംഗീകാരം, പുതിയ രീതിയിലുള്ള സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. ഇപ്പോൾ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ പകുതി പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്നുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ സമ്പൂർണ്ണമായും പങ്കെടുക്കുകയും അതേ തുടർന്ന് വിമർശനങ്ങളൊക്കെ ഒന്ന് പതുക്കെ ആവുകയോ അല്ലെങ്കിൽ വിമർശനങ്ങളുടെയൊക്കെ മുന കുറയുകയോ കുറെ കൂടി ഡിസിപ്ലിൻഡ് ആവുകയോ ഒക്കെ ചെയ്തു എന്നൊക്കെ പത്രങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇങ്ങനെ ഈ പത്രങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട്? ഈ പത്രം നോക്കിയിട്ടാണോ കാര്യം തീരുമാനിക്കുന്നത് രാഷ്ട്രീയം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് വസ്തുത അറിയാൻ വേണ്ടി അന്വേഷിക്കണം. അന്വേഷിച്ചിട്ടില്ല ഇതുവരെ. പത്രം ഇങ്ങനെ ഇപ്പം ചോദിച്ചിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പം ചോദിച്ചിരുന്ന ഇനി ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. പാർട്ടി സമ്മേളനങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. നമ്പർ എത്തിയായിരിക്കണം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. താഴത്ത് വരുമ്പോൾ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ സമ്മേളനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടു. ആരൊക്കെയാണ്? 4 PB മെമ്പർമാരുണ്ട്. 4 PB മെമ്പർമാരെ അറിയാലോ. വിജയരാഘവനുണ്ട്, ബേബിയുണ്ട്, അതുപോലെ പിണറായി ഉണ്ട്, ഞാനുണ്ട്. 4 ആളാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ 3 സമ്മേളനം ബേബി പങ്കെടുക്കും, 3 സമ്മേളനം വിജയരാഘവൻ പങ്കെടുക്കും, 3 സമ്മേളനം പിണറായി പങ്കെടുക്കും, ബാക്കി സമ്മേളനം ഞാൻ പങ്കെടുക്കും. ഇങ്ങനെയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പിണറായി കൂടി പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ വരും. അവിടെ ആരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനിച്ച ആൾ തന്നെയാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുക, മറുപടി പറയുക. അവിടെ വേറെ ആരും പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പല ആളും വിചാരിക്കുക കോൺഗ്രസിൻ്റെ സമ്മേളനം പോലെയാണെന്നാണ്. ഓരോ അഭിവാദ്യ പ്രസംഗം. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു അഭിവാദ്യ പ്രസംഗം നടത്തിയില്ല ഒരാളും. ആകെ നടക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗം. ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ചർച്ച, ആ ചർച്ചയ്ക്ക് മറുപടി. ആ മറുപടി കഴിഞ്ഞാൽ പിന്നെ സംഘടനാപരമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അവിടെ ഞങ്ങളെല്ലാം 10-12 ആൾ പങ്കെടുത്തിട്ടുണ്ട്. CC മെമ്പർമാരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഉൾപ്പെടെ സമ്മേളനങ്ങളിൽ 10-12 സഖാക്കൾ വരെ പങ്കെടുത്ത ജില്ലാ സമ്മേളനങ്ങളുണ്ട്. ആ ജില്ലാ സമ്മേളനങ്ങളിൽ ആരാണോ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്, ആരാണോ മറുപടി പറയേണ്ടത്, അവരല്ലാതെ മറ്റാരും പങ്കെടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല. പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടില്ല. ഇത് എല്ലാ സമ്മേളനങ്ങളും 16 സമ്മേളനത്തിലും അതായിരുന്നില്ല. ഇത് മനസ്സിലാവാണ്ട് വെറുതെ ഓരോന്നോരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. 3 സമ്മേളനത്തിലാണ് സഖാവ് പിണറായി പങ്കെടുത്തത്. പൂർണ്ണമായി പങ്കെടുത്ത 3 സമ്മേളനം എല്ലാവർക്കും പറയുന്നു. ഒന്ന് ആലപ്പുഴയാണ്, മറ്റൊന്ന് കോഴിക്കോടാണ്, മറ്റൊന്ന് കണ്ണൂരാണ്. ഈ 3 സമ്മേളനത്തിൽ പൂർണ്ണമായിട്ടും പിണറായി ഇരുന്നിട്ടുണ്ട്. സംഘടന രാഷ്ട്രീയ ഉൾപ്പെടെ ചേർന്നുള്ള ഉദ്ഘാടന പ്രസംഗം നടത്തി, ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞു, കഴിഞ്ഞു, സമ്മേളനം തീർന്നു. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അവിടെ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടായിട്ട് സെക്രട്ടറിയെ മുണ്ടാൻ അനുവദിച്ചിട്ടില്ല. അതൊക്കെ ശുദ്ധ അസംബന്ധങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട. അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾ എങ്ങനെയാണ് സമ്മേളനത്തിൽ ഇവരാരൊക്കെ പങ്കെടുക്കണമെന്നാണ് തീരുമാനിച്ചത് ചോദിക്കണ്ടേ.